കാലവർഷമൊക്കെ ദുർബലമായെങ്കിലും സംസ്ഥാനത്ത് ഇന്നും ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കുന്നുണ്ട് കേട്ടോ കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് ഉണ്ട്. കോഴിക്കോട് യെല്ലോ അലർട്ട് ഉണ്ട്, അതേപോലെ കണ്ണൂരുണ്ട്, കാസർഗോഡുണ്ട്. ഈ ജില്ലകളിലൊക്കെ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. മഴയ്ക്കൊപ്പം തന്നെ മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനുള്ള സാധ്യത കൂടി ഉണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു. നാളെ സംസ്ഥാനത്ത് വീണ്ടും മഴ ദുർബലമാകുമെന്നാണ് അറിയിപ്പ്. നാളെ മുതൽ 3 ദിവസത്തേക്ക് ഒരു ജില്ലയിലും തൽക്കാലം മഴ മുന്നറിയിപ്പ് ഒന്നും നൽകിയിട്ടില്ല. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ ജില്ലകളിലും നാളെ ഗ്രീൻ അലർട്ടാണ് കേട്ടോ. ഇനി കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം അടുത്ത 3 മണിക്കൂറിൽ കണ്ണൂരും കാസർഗോഡും ഇടത്തരം ശക്തമായ മഴയ്ക്കും അതേപോലെ മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനുമൊക്കെ സാധ്യതയുണ്ട്. പടിഞ്ഞാറൻ കാറ്റ് ശക്തമായതുകൊണ്ട് തന്നെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത നിലനിൽക്കുന്നു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ട് കേരള തീരത്ത് ഇന്ന് 1.5 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം കൂടി അറിയിച്ചു. എന്നാൽ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ നിലവിൽ മത്സ്യബന്ധനത്തിന് വിലക്കുകളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. നമുക്ക് പ്രധാന നഗരങ്ങളിലെ താപനില കൂടി ഒന്ന് പരിശോധിച്ചാൽ തിരുവനന്തപുരത്തെ കൂടിയ താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത് 32 ഡിഗ്രി സെൽഷ്യസ് ആണ്. കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസും ഉണ്ട്. കൊച്ചിയിലെ 31 ഡിഗ്രി സെൽഷ്യസ് ആണ് കൂടിയ താപനില, കുറഞ്ഞത് 23 ഡിഗ്രി സെൽഷ്യസ് ആണ്. കോഴിക്കോട് കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസുമാണ്. കണ്ണൂരിൽ കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസും അതേപോലെ തന്നെ കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസുമാണ്. അപ്പം മൊത്തത്തിൽ നമ്മുടെ നിരാന്തരീക്ഷ അവസ്ഥ ഇങ്ങനെയാണ്.